എൻ കൂടവേരും ഓ യേശുവേ, നീരില്ലാமல் நான் வாழ முடியாது. என் பக்கத்திலேரும் ஓ യേശുവേ, நீரில்லாமல் நான் வாழ முடியாது. என் கூடவேரும் ஓ യേശുവേ, நீரில்லாமல் நான் வாழ முடியாது. என் பக்கத்திலேரும் ஓ യേശുവേ, நீரில்லாமல் நான் வாழ முடியாது. இருளான வாழ்க்கையிலே வெளிச்சமானிலே, உயிரற்ற வாழ்க்கையிலே ஜீவனானிலே. இருளான வாழ்க்கையிலே வெளிச்சமானிலே, உயிரற்ற வாழ்க்கையிலே ஜீவனானிலே. என் வெளிச்சமும் நீரே, என் ஜீவனும் நீரே, எனக்கெல்லாமே நீங்கதானப்பா. என் வெளிச்சமும் நீரே, என் ஜீவனும் நீரே, எனக்கெல்லாமே நீங்கதானப்பா. என் கூடவேரும் ஓ യേശുവേ, நீரில்லாமல் நான் வாழ முடியாது. என் பக்கத்திலேரும் ஓ യേശുവേ, நீரில்லாமல் நான் வாழ முடியாது. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധനാമം മഹിമപ്പെടുന്നവരാകട്ടെ. ധ്യാനിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, നമ്മുടെ ദാസൻ തമിഴ്നാട്ടിൽ ഇരിക്കുന്നു. യേശുനാമത്തിലെ സ്നേഹം അറിയിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടി ദൈവസന്നിധാനത്തിൽ ദൈവം തന്ന വലിയ വസ്ത്രത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നത്തെ ദിവസം അല്പം വെയിൽ വന്നതുപോലെ, പക്ഷേ വീണ്ടും മഴയുടെ ലക്ഷണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ രണ്ടാമത്തെ ദാസി തമിഴ്നാട് ദേശത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കേരള ദേശത്തിൽ 15 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യും, വെള്ളപ്പൊക്കം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ ദൈവം ദർശനം കാണിച്ചു. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ദർശനത്തിൽ ഇങ്ങനെ കണ്ട ഒരു കാര്യം, കേരളത്തിന് വേണ്ടി ആത്മഭാരമായി പ്രാർത്ഥിക്കുവാൻ ദൈവം അന്വേഷിക്കുന്ന ആരെയും ദൈവം കാണുന്നില്ല എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ കാണിക്കുന്നു എന്ന് ആദാശി ഇങ്ങനെ വിളിച്ചു പറയുവാനിടയാണ്. അപ്പൊ പ്രത്യേകം ആദാശിയോട് ദൈവം ഉണർത്തിയിരിക്കുന്നുണ്ടാവും, ഈ കേരള പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അത് കേട്ടപ്പോൾ വളരെ വേദനയുണ്ടായി. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുവാനേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സംഭവം? വീണ്ടും മഴ വന്നാൽ, അതായത് കേരളത്തിൽ അനേക സ്ഥലം നശിച്ചു പോകും, അനേക സ്ഥലങ്ങൾ നശിച്ചു പോകും എന്നുള്ള ഒരു സംഭവം കാണിച്ചു എന്ന് പറയുവാനായിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ ആഴത്തിലൊന്ന് ആത്മഭാരത്തോടെ നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു പക്ഷേ തമിഴ്നാട് ദേശത്തുകാരനായിരുന്നാലും ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും ഒരു ആപേക്ഷത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കേരള പട്ടണത്തിന് വേണ്ടി. അനേക ആത്മാക്കൾ സ്തോത്രം ഈ നാടുകളിൽ ദൈവത്തിലേക്ക് എടുക്കുവാൻ. ഞാൻ ഈ കേരള പട്ടണത്തിനെ കുറിച്ച് പഠിച്ച ഒരു കാര്യം, എല്ലാം അറിയാം, പക്ഷെ നിർമ്മിസാരമാണ്. എല്ലാം അറിയാം, ദൈവത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ദൈവം ആരാണെന്ന് അറിയാം, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു നിർമ്മിസാരം, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അതന്നെയാണല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള ചിന്താഗതി അനേകരുടെ ഹൃദയത്തിലുണ്ട്. അതൊരു മാറ്റവുമില്ല. കേരള പഠനത്തിനെ കുറിച്ച് ചില വിഷയങ്ങൾ ദൈവം പാടിച്ചത് പഠിപ്പിച്ചു.
എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഞാനാണ്, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഇതൊന്നും വലിയ വിഷയമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന, നമ്മുടെ അവസ്ഥകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് എല്ലാവற்றிനും വലിയവൻ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അവനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊന്നും അവനെ ചിന്തിക്കത്തില്ല. ഓസിയ 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു. ഓസിയയുടെ പുസ്തകം 6-ന്റെ നമ്മളിൽ എങ്ങനെ പറയുന്നു? ദൈവത്തിനെ അറിയുന്ന നമ്മളിലൊന്ന് വായിച്ചു. ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ, ദൈവത്തിനെ നമ്മൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, രുചിച്ചു കഴിഞ്ഞാൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ചിന്ത വ്യത്യസ്തമായ നിലയിൽ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ചിന്താമണ്ഡലം മാറുവാൻ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്ന നിങ്ങളും ഞാനും തീർച്ചയായിട്ടും നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം വായിക്കാം. സങ്കീർത്തന പുസ്തകം 46-ന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനം 46-ന്റെ 1. സ്തോത്രവാക്ക് പ്രാർത്ഥിക്കേ. കർത്താവേ, അങ്ങയോട് സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തു. കർത്താവിന്റെ ഭാഗങ്ങളിൽ അങ്ങയെ സമ്പൂർണമായി താഴ്ത്തുന്നു. കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ താഴ്ത്തുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കും. അപ്പാഹാരിലെ 10 മിനിറ്റായെങ്കിലും അങ്ങ് സംസാരിക്കുമ്പോൾ അത് വിടുതലായി ജീവനായി വ്യാപരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു, മറയ്ക്കണം. ആവിയാനവർ സംസാരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വചനം, ദൈവം നമുക്ക് അടയ്ക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ബലം, ദൈവം നമുക്ക് അനുകൂലമായ തുണ. 3 കാര്യം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ പലപ്പോഴും പല തുണകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പല അവസ്ഥകൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പലരും നമ്മുടെ മുമ്പിലും നമുക്ക് സഹായം ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ആപത്ത് കാലത്തിൽ, മലയാളത്തിലൊന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാനവനായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഇവിടെ സാക്ഷ്യങ്ങൾ പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ നിലനിർത്തിയെങ്കിൽ ആ കഷ്ടത്തിന് നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അപ്പന്റെ പാദപ്പടിയിൽ എഴുന്നേറ്റ് സാക്ഷ്യവുമായി ആമേൻ സ്തോത്രം കഷ്ടകാലത്തിൽ ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ഇന്ന് പലകാലം സാക്ഷ്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്നു, എനിക്ക് അടയ്ക്കലമാണ്, കേന്ദ്രമാണ്, ബലനാണ്. എന്നാൽ കഷ്ടകാലത്തിൽ അവൻ അനുകൂലமான തുണയാണ്. ഹല്ലേലൂയ. പലവിധമായ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കഷ്ടത്തെ കാലങ്ങൾ വരുമ്പോൾ അവിടെ ആരാണ് നമുക്ക് തുണയായിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, ലോകത്തിൽ എല്ലാവരും നമ്മളെ തള്ളിക്കളയുമ്പോൾ, എല്ലാവരും ഒതുക്കുമ്പോൾ, ഒരു സാഹചര്യമോ ആമേൻ സ്തോത്രം ജയമായി വരാത്ത സ്ഥാനത്ത് നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമായ തുണയായിരിക്കുകയാണ്. ഹല്ലേലൂയ. 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 അങ്ങനെയെങ്കിൽ എത്രത്തോളം നമ്മൾ ദൈവത്തിനെ സ്തുതിക്കണം, എത്രത്തോളം ദൈവത്തിനെ നമ്മൾ ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പലകാലം ദൈവസന്നിധാനത്തിൽ എത്തുമ്പോൾ സ്തോത്രം, ഈ സാക്ഷ്യം പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് പോലും കണ്ണുനീര് ഉണ്ടാകുവാനിടയാം. എന്തുകൊണ്ടാണ്? ആമേൻ. ആമേൻ സ്തോത്രം. കഷ്ടകാലങ്ങൾ പലതും വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്ന ഈ വാക്ക് തമിഴിൽ പറയുമ്പോൾ ആപത്ത് കാലം, എല്ലാറ്റിനും ഓരോ കാലങ്ങളുണ്ട്.
പല കാലങ്ങൾ മറികടന്നാണ് നമ്മൾ ഇക്കാലത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിന്റെ അപ്പുറത്ത് ഒരു കാലം വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിന്റെ മുൻപ് നമ്മൾ ദൈവം വരുന്ന സമയത്ത് അപ്പന്റെ കരം പിടിച്ച് പോകുവാനായി ആഗ്രഹത്തോടെ ഇരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവന്റെ കരം പിടിച്ച് പോകുവാൻ ഇടയാകും. ഹല്ലേലൂയ. 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 പലകാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്റെ ജീവിതത്തിൽ കഷ്ടകാലത്തിൽ എന്റെ ദൈവമാണ് എനിക്ക് തുണയായിരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ പലവിധമായ കഷ്ടങ്ങളും പാടുകളും നിരാശകളും വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഒറ്റ ഒരുവനെ തുണയായിരിക്കുവാൻ കഴിയത്തുള്ളത് നമ്മൾ ആരാധിക്കുന്ന ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. പലപ്പോഴും സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ ആവേശോത്തരം ആഗ്രഹിക്കുന്ന വിധത്തിൽ തുണ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതം കടന്നു വന്നില്ലെങ്കിലും അവിടെ നമുക്ക് തുണയായി കടന്നു വരുന്ന ഒരുവരുണ്ട്. അവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു. ഹല്ലേലൂയ. ആ തുണയെ കുറിച്ചാണ് സംഗീതക്കാരൻ മനസ്സിലാക്കിയത് കൊണ്ട് വ്യക്തമായി പറയുകയാണ്, എന്റെ അടയ്ക്കലം അതിനുപരിയായി എന്റെ ബലനായിരിക്കുന്നു, അതിനുപരിയായി അവൻ മാത്രമാണ് എന്റെ തുണയായിരിക്കുന്നവൻ. അവൻ ദാവീദ് ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 18:1 വായിക്കുമ്പോൾ, എന്റെ ബലനായ കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ കഷ്ടകാലത്തിൽ അവന്റെ ബലനായിരുന്ന ആ കർത്താവിനെ രുചിച്ചത് കൊണ്ടാണ് അവൻ ദാവീദ് പറയുന്നത്, എന്റെ അവരെ ബലനായിരിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. അവനെ ഞാൻ സ്നേഹിക്കുന്നു. നാദം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. നാദം പ്രവാചക പുസ്തകം അതിന്റെ 1-ന്റെ 7. ആശ്രയിക്കുന്നവനെ ഞാൻ അറിയുന്നു. യഹോവ നല്ലവനാണ്. ആ നല്ലവനായിരിക്കുന്നവനാണ് നിങ്ങൾക്കും എനിക്കും തുണയായിരിക്കുന്നവൻ. കഷ്ടകാല സമയത്ത് നിങ്ങളെ ഏതെങ്കിലും പരിഹാരമില്ലല്ലോ, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലല്ലോ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് വ്യാകുലത്തോടെ ഇരിക്കുന്ന സമയത്ത് അവിടെയാണ് നിനക്ക് തുണയായി ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിനെ നമ്മൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഏത് സാഹചര്യത്തിലും നിങ്ങളും ഞാനും പറയാനിടയാകോ, എന്റെ കഷ്ടകാലത്തെ അവൻ മാത്രമാണ് തുണ. എനിക്ക് സഹായം ചെയ്യുക അവൻ മാത്രമേ എനിക്ക് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കഷ്ടകാലത്ത് ആരും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അങ്ങനെയല്ലേ? ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാകുന്ന സമയത്ത് യാതൊരത്തോടെ കണ്ണുനീരോടെ ഇരിക്കുന്ന സമയത്ത്, അയ്യോ എനിക്ക് ഉണ്ണുവാൻ ആകാരമില്ല, ഉടുക്കുവാൻ വസ്ത്രമില്ല, കിടക്കുവാൻ ഇരിപ്പിടമില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ വേദനയോടെ ഇരിക്കുന്ന സമയത്ത് ആര് മുന്നിൽ വരും? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതിനെല്ലാം വഴി ഒരുക്കി തരുന്ന ഒരുവനുണ്ട്. സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി എന്ന് സാക്ഷ്യം പറയുവാനിടയായല്ലോ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരുക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവം തന്നെ സന്നിധാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ജീവിതം നമ്മളിലേക്ക് കൊണ്ടുവരും, നമ്മുടെ കാര്യങ്ങൾ നിവർത്തി ചെയ്ത് തരും എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് ഒന്നും വ്യർത്ഥാനായി മാറിപ്പോകും. എന്നാൽ അതിന്റെ ഉപരിയായി സകലവും സൃഷ്ടിച്ച, സകലവും ഉണ്ടാക്കിയ എന്റെ ഈ അവസ്ഥയിൽ, എന്റെ കഷ്ടകാലത്ത്, എന്റെ അനർത്ഥ കാലത്ത് എന്നെ വഴി നടത്തുക, എനിക്ക് വഴി ഒരുക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ മുമ്പിലാണ് കഴിവിലൂടെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച അവൻ എനിക്ക് വേണ്ടി വഴി വരുന്നു, അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അനന്ത കാലങ്ങള്, ആപത്ത് കാലങ്ങള്, കഷ്ടനേരങ്ങള് നമ്മൾ ആരെയും നോക്കത്തില്ല. അവനെ വഴി ഒരുക്കി തരുന്ന കർത്താവിനെ മാത്രം നമ്മൾ നോക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പുസ്തകം 17:17 വായിക്കാം. രണ്ട് കാര്യം മാത്രം പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അനർത്ഥത്തിന്റെ മധ്യത്തിൽ എന്റെ ശരണം നീയാകുന്നു. ഏത് അനർത്ഥങ്ങൾ വന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പിൽ പല കഷ്ടകാലങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.
ആമേൻ സ്തോത്രം. എന്നാൽ അവിടെയൊക്കെയും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ തുണയായിരിക്കുന്നവൻ നമ്മളൊന്ന് പിടിച്ചാൽ കൈവിടരുത് ഒരിക്കലും. അവന്റെ കരം പിടിച്ച് ആമേൻ സ്തോത്രം മുന്നോട്ട് പോകുവാനുള്ള ആഗ്രഹം മാത്രമേ നമ്മളിൽ ഉണ്ടാകണം. ആമേൻ സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദാനിയേലിനെ സിംഹപ്പുകയിൽ ഇടുവാനായിട്ട് ആമേൻ സ്തോത്രം പദ്ധതി ഒരുക്കുന്ന സമയത്ത് അതിന്റെ 3-ാമത്തെ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6:3. കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലെ പ്രധാന ദേശാധിപതിമാരിലെ വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധിപതിയാക്കുവാൻ വിചാരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ വിശേഷിച്ച ആവിയുള്ളവൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിക്കാം 6:3. പ്രധാനികൾക്കും ദേശാധിപതികൾക്കും ഏർപ്പെട്ടവരായിരുന്ന ദാനിയേലിന് വിശേഷിച്ച ആവി ഉണ്ടായതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുന്ന നിങ്ങളിലും എന്നിലും വിശേഷിച്ച ഒരു ആത്മാവുണ്ട്, പരിശുദ്ധി ആത്മാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ ഏത് പ്രശ്നങ്ങൾ വന്നാലോ ഏത് പ്രതികൂലങ്ങൾ വന്നാലോ അതിന്റെ നടുവിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നടത്തുക അവൻ ശക്തനായ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വരുവാനിടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ വായിച്ചത് എനിക്ക് ദൈവം തന്ന ഉണർത്തിയ ഒരു കാര്യം അനുകൂലமான തുണ. ഈ തുണ എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ഇതിന്റെ അപ്പുറത്ത് വേറെ ആരും ഉണ്ടാകത്തില്ല. അവൻ ഒരു സമയം വരെ മാത്രമേ നമ്മുടെ കൂടെ ഒരു തുണ ഉണ്ടാകത്തുള്ളൂ. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, ബന്ധുമിത്രമാരികളാകട്ടെ, യാതൊരാളോ അവൻ സ്വന്തം ഒരു പള്ളി വരെ മാത്രമാണ് നമ്മുടെ തുണയായിരിക്കത്തുള്ളൂ. എന്നാൽ അന്യത്തോളം തുണയായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ജീവൻ നൽകിക്കുന്ന അവൻ നമ്മെ വീണ്ടെടുത്ത ഒരു ദൈവം അന്യത്തോളം അവന്റെ രാജ്യത്തിലേക്ക് ചെന്നതുകൊണ്ട് നമുക്ക് തുണയായി ഇരിക്കുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം പ്രധാനം അവൻ സ്വന്തം ആത്മാവെ ഹാലെ ദൈവത്തെ നീ ഇന്ന് പ്രധാനം സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ ഏറ്റവും തുണ ആരാധിക്കുന്ന കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ സിംഹപ്പുകയിൽ ഇടുന്ന സമയത്ത് അവൻ പദ്ധതി ഒരുക്കിയപ്പോൾ അവൻ ഒന്നും വ്യാകുലപ്പെട്ടില്ല. അവൻ സ്വന്തം ഹല്ലേലൂയ തുണയായിരിക്കുന്ന കർത്താവിന്റെ സന്നിധാനത്ത് അവൻ സ്വന്തം 3 വേള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് കൂടെ അവൻ പ്രാർത്ഥിക്കുവാനിടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദ്ധതികൾ പലരും ഒരുക്കുകയാണ്. സിംഹപ്പുകയിൽ ഇടുന്ന പ്രാർത്ഥിക്കുന്നവരെ സിംഹപ്പുകയിൽ ഇടുന്ന 30 ദിവസം ഹല്ലേലൂയ സ്വന്തം രാജാവ് എന്ത് പറയുന്നു അതുപോലെ രാജാവിന്റെ കൽപ്പന അനുസരിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ആവശ്യത്തിന് നമ്മൾ മനുഷ്യനെ യാതൊരു നോക്കേണ്ടതല്ല. നമ്മളെ വഴി നടത്തുന്ന നമ്മളെ തുണയായിരിക്കുന്ന കർത്താവിലേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്റെ മേലോ ഏത് ആവേശത്തിന്റെ തടസ്സങ്ങൾ വന്നാലോ നിനക്കെതിരെ ഏത് ആവേശത്തിന്റെ അമ്പുകൾ കുന്തങ്ങൾ നിനക്കെതിരെ വന്നാലോ അവിടെ നീ നോക്കേണ്ടത് അമ്പുകളെയല്ല, നീ ആരാധിക്കുന്ന കർത്താവിനെയാണ്. അവിടെ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ നോക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ അനുകൂലമായ തുണ കർത്താവായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തുണയാണവന്റെ പാദപ്പടിയിലേക്ക് നീ ഒന്ന് സമർപ്പിച്ചാൽ മതി. അവൻ സ്വന്തം സിംഹപ്പുകയിൽ ഇട്ടു. ദാനിയേൽ എന്തെങ്കിലും പറ്റിയോ? ഹല്ലേലൂയ. എന്തെങ്കിലും പറ്റിയോ? ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. സിംഹപ്പുകയിൽ ഇട്ടപ്പോൾ ദാനിയേൽ എന്തെങ്കിലും പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ സ്വന്തം തുണയായ അവനെ നോക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തരുന്ന ആ കർത്താവ് അവനോടൊപ്പം ഉണ്ടായി. ദൂതനെ അയച്ച അവൻ സിംഹത്തിന്റെ നാവിനെ അടക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ എന്ത് പകർത്താലോ അവൻ സ്വന്തം ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ഏത് വിഷയമാകട്ടെ, ഏത് പ്രതികൂലങ്ങളാകട്ടെ, ഏത് കഷ്ടകാലമാകട്ടെ അതിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്നെ ചുമക്കുന്നത്, നിന്നെ കടപ്പിടിച്ചിരിക്കുന്നത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നീ പേടിക്കത്തില്ല. ഹല്ലേലൂയ. സ്വന്തം ഒരു വാക്യം കൂടി വായിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചു. 2 കൊരിന്ത്യർ 1:10. ആമേൻ. മലയാളത്തിൽ വായിക്കാം. ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാൽ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും. മേലാൽ വിടുവിക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. വിടുവിക്കുകയും ചെയ്യും. മേലാൽ വിടുവിക്കും. ഇവിടെ പൗലോസ് പറയുകയാണ് അവൻ സ്വന്തം
പറയുകയാണ്, അവൻ